നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് പോലും ചെയ്യാത്ത പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്ന് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടലുണ്ട്. അതായത് ലോ ലിബിഡോ. ഇത് പല ദമ്പതികളിലും അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും അനുഭവപ്പെടുന്ന ലൈംഗിക ശേഷിക്കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു, അതെങ്ങനെ മാറ്റാം, അത് മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഡെയിലി കഴിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവാൻ പല കോമൺ ഫാക്ടേഴ്സും ഉണ്ട്. പല കാരണങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടും സൈക്കോളജിക്കലായിട്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ലൈംഗിക ശേഷിക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് വേദന നിലനിൽക്കുന്നുണ്ട്, ക്രോണിക് പെയിൻ ഉണ്ട് എങ്കിൽ, അതുപോലെ ഡയബറ്റീസ്, തൈറോയിഡ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് പതുക്കെ പതുക്കെ ലൈംഗിക ശേഷിക്കുറവിലോട്ട് നിങ്ങളെ ലീഡ് ചെയ്യും. അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതോ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ കോർട്ടിസോൾ അളവ് വളരെ കൂടുതലാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു ദിവസം കടന്നു പോകുന്നതെങ്കിൽ അതും ലൈംഗിക ശേഷിക്കുറവിന് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാരണമാവുന്നുണ്ട്. അടുത്തത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണൽ ഇംബാലൻസിന്റെ കാര്യം പറയുമ്പോൾ മിക്കപ്പോഴും എല്ലാവർക്കും സ്ത്രീകളെ ആയിരിക്കും ഓർമ്മ വരിക. അതെ, അവരുടെ മന്ത്ലി സൈക്കിളിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലൈഫ് ഇവൻസിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ ഫ്ലക്ച്വേഷൻ കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് മെനോപോസൽ ടൈമിൽ, പ്രസവിക്കുന്ന ടൈമിൽ, കുട്ടികളെ മുലയൂട്ടുന്ന ടൈമിൽ, ഈ ടൈമിലൊക്കെ ചിലപ്പം ഹോർമോൺ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾ കുറവായിരിക്കും, ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടലും ഉണ്ട്. ഇനി പുരുഷന്മാരിലാണെങ്കിൽ ലോ ടെസ്റ്റോസ്റ്റിറോൺ ലെവലാണ് കൂടുതലായിട്ടും ഇതിനെ ബാധിക്കുന്നത്. ഇനി അടുത്തത് റിലേഷൻഷിപ്പ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലല്ല ഉള്ളതെങ്കിൽ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈംഗിക ശേഷിക്കുറവ് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് രൂപപ്പെടാം. എന്തെങ്കിലും വഴക്കുകളൊക്കെ നിങ്ങൾ തീർക്കാതെയുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണറുടെ മനസ്സിൽ ഇനിയും പറഞ്ഞു തീരാത്ത വഴക്കുകളുണ്ട്, പറഞ്ഞു തീരാത്ത സംഭവങ്ങളുണ്ട്, അവർക്ക് ക്ലിയർ ആവാത്ത കാര്യങ്ങൾ കിടപ്പുണ്ട് എങ്കിലും അവർക്ക് അവരെ ഒരു കോൺഷ്യസ്ലി അല്ലാണ്ട് അവർക്ക് ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാൻ ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ വളരെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും ഭയങ്കര സെഡൻഡറി ലൈഫ് ജീവിക്കുന്നവരാണ്. അതായത് കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ഫുഡ് ആണെങ്കിൽ ജങ്ക് ഫുഡാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരിലും ലൈംഗിക ശേഷിക്കുറവ് വരുത്താൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ അമിതവണ്ണവും, എക്സസൈസ് ഇല്ലായ്മ, ആൽക്കഹോളിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം, സ്മോക്കിംഗ് കൂടുതലായിട്ടുള്ളവർ, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാത്തവർ, ഇവരിലെല്ലാം ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം നോക്കാം. വളരെ സിമ്പിളാണ്. കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാറ്റുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സെഡൻഡറി ലൈഫാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ദിവസത്തിൽ ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെയെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി PCOD, PCOS പോലുള്ള രോഗങ്ങളുണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോൺ വളരെ കുറവാണ് എങ്കിൽ, അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ കാരണം നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട് എങ്കിൽ ആ രോഗങ്ങൾ നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ മെഡിസിൻ എടുത്ത് രോഗങ്ങൾ ഓക്കെ ആക്കാം. നിങ്ങളുടെ BMI കറക്റ്റാക്കി വെക്കാം. അമിതവണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക, ഒട്ടും വണ്ണം ഇല്ലാത്തവർ, വെയിറ്റ് ഇല്ലാത്തവർ വണ്ണം കൂട്ടി, രണ്ടാൾക്കാരും എന്ത് ചെയ്യുക, BMI നോർമലാക്കി വെക്കാം. ഇനി എക്സസൈസ് ചെയ്യുമ്പം 2 പാർട്ട്നേഴ്സും ഒരുമിച്ചാണ് എക്സസൈസ് ചെയ്യുന്നത് എങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അതും ഈ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമുക്ക് പല രോഗങ്ങളും നമ്മുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഒന്നാണ് ഈ ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ലോ ലിബിഡോ എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കറക്റ്റായിട്ട് നിങ്ങൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ ഒക്കെ
പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ലോ ലിബിഡോ നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറയുന്ന രോഗങ്ങളൊന്നും ഇല്ല, പക്ഷേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെയാണ് കൂടുതലെങ്കിൽ യോഗ ചെയ്യോ, എക്സസൈസ് ചെയ്യോ, മെഡിറ്റേഷൻ ചെയ്യോ ഒക്കെ ചെയ്ത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ്, ഒരു ഹെൽത്തി വർക്ക് എൻവയോൺമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ പലപ്പോഴും കോർപ്പറേറ്റ് ജോലികളിലൊക്കെ ആണെങ്കിൽ അത് മാറി മാറി വരുന്നുണ്ട്. അവരുടെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസും സ്ക്രീൻ ടൈമും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളും നിങ്ങളുടെ കുടുംബജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോ ലിബിഡോ അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി നിങ്ങൾ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് ഉള്ളത്, അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം. കാര്യങ്ങൾ നടക്കുന്നത് പറയാനും അവരുടെ ഡേ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കണം. പക്ഷേ ഈ സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ് നമ്മൾ ഒരിക്കലും വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി കുറച്ച് ന്യൂട്രീഷ്യസ് ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ദിവസവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. നട്ട്സിൽ തന്നെ ആൽമണ്ട്സ്, വാൾനട്ട്, ഇനി സീഡ്സിലാണെങ്കിൽ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ദിവസവും കഴിക്കണം. സ്ത്രീകളും കഴിക്കണം, പുരുഷന്മാരും കഴിക്കണം. അത് നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ടും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നല്ല ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ദിവസം മുഴുവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഫാറ്റി ഫിഷ് ആണ്, അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്. മത്തി, അയല, നത്തോലി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിൽ ഗുഡ് ഫാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഹോർമോണൽ ഇഷ്യൂസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ സ്കിന്നൊക്കെ ഗ്ലോയിങ് ആക്കി വെക്കാനും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്, 20% കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒരുപാട് നല്ലതാണ്. ബെഡ് ടൈമിന് മുന്നേ ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ അത് എനർജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ മറക്കാണ്ട് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാം. അതവരുടെ മൂഡ് സ്വിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒന്നാണ് വാഴപ്പഴം, അതായത് ഏത്തപ്പഴം. ഏത്തപ്പഴം ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനർജി നിലനിൽക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വളരെ വെയിറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആണുങ്ങളിൽ കൂടുതലായിട്ട് എനർജി പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ട്, ഉദ്ധാരണ ശേഷിക്കുറവുള്ളവരിൽ അല്ലെങ്കിൽ ഉദ്ധാരണം ബുദ്ധിമുട്ടുള്ളവരിലൊക്കെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ നേന്ത്രപ്പഴം ഹെൽപ്പ് ചെയ്യും. കൂടാണ്ട് തന്നെ നേന്ത്രപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡും കൂടിയാണ് വാഴപ്പഴം. ഇനി അടുത്തത് അവഗാഡോ. അവഗാഡോ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അവഗാഡോ ദിവസം കഴിച്ചാലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയില, ഇലക്കറികളും മുരിങ്ങയില, ഇതിൽ അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പൊട്ടാസ്യം, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി ബിൽഡ് ചെയ്യാനും ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഒന്നാണ് തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൺ. നാച്ചുറൽ പെർഫോമൻസ് ബൂസ്റ്റർ എന്നാണ് ഈ തണ്ണിമത്തൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തണ്ണിമത്തൻ നമുക്ക് ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അവരുടെ മൂഡ് സ്വിങ്സ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടും ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മൂഡ് റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ വാട്ടർമെലൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് മുട്ടയാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ന്യൂട്രീഷണൽ ഫുഡാണ് മുട്ട എന്ന് പറയും. മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, B5 അടങ്ങിയിട്ടുണ്ട്, B6 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും അത് നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ടും മുട്ട ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദിവസവും ഒരു മുട്ടയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്.
പുരുഷന്മാർ എന്തായാലും നിർബന്ധമായിട്ടും ഒരു മുട്ട ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് തേൻ. തേൻ ഒരുപാട് നല്ലതാണ്. നല്ല തേൻ കിട്ടുമെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ചൂട് പാലിൽ 1 ടീസ്പൂൺ തേൻ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും ഉന്മേഷക്കുറവ് മാറാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ലോ HB അല്ലെങ്കിൽ അയണിൻ്റെ കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പംകിൻ സീഡ്. പംകിൻ സീഡിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പംകിൻ സീഡ് ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകളിലാണെങ്കിൽ PCOD, PCOS പോലുള്ള കണ്ടീഷൻസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് പംകിൻ സീഡും ഫ്ലാക്സ് സീഡും ഒരുപോലെ നല്ലതാണ്. നമ്മൾ ഓൾറെഡി PCOD, PCOS മാറാനുള്ള സീഡ് സൈക്കിൾ ഇട്ടിരുന്നു. അപ്പം അതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പംകിൻ സീഡ് എന്നുള്ളത്. അപ്പം ഡെയിലി പംകിൻ സീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. ഈ ഫുഡുകളൊക്കെ നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഹോർമോൺ ലെവലും നിങ്ങളുടെ എനർജിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഹാരങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തീരാൻ വേണ്ടിയിട്ട് ബാക്കി കിടക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരാൻ വേണ്ടിയിട്ട് ബാക്കി കിടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബോണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാ പാർട്ട്നേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇനി എന്നോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.